ബോസ് സീസൺ സ്റ്റാർട്ടഡ്. ഈ ഒരു വീക്കിലെ കണ്ടസ്റ്റൻസിനേക്കാളും എല്ലാവരേക്കാളും തൂക്കിയത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ്റെ 9 o'clock ഒരു പ്രൊമോ നമ്മളിപ്പോൾ കണ്ടു. മനസ്സിന് ഭയങ്കര സന്തോഷം. യെസ്, ഞാൻ ആ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ സംഭവം അത് ഗെയിമാണ്, ഗെയിം ടാസ്ക് ആയിട്ട് തന്നെ എടുക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചോദിക്കേണ്ടവർ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ പലരും രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരാൾ പോലും അനീഷിനെയും വിളിച്ചത് മോശമായെന്നുള്ളൊരു കമൻറ്റ് വന്നിരുന്നില്ല. ഓക്കെ, അപ്പോൾ അക്ബറിനെ തൂക്കുന്നുണ്ട്, ആദിൽ നോറയും തൂക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ വളരെ ലോജിക്കായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മറ്റൊരാൾ നിങ്ങളോട് ബിഹേവ് ചെയ്യണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാൾ നിങ്ങളോട് സംസാരിക്കണോ, ബിഹേവ് ചെയ്യണോ? നോട്ട് അറ്റ് ഓൾ പോസിബിൾ അല്ലേ? അപ്പം ഇത്തവണ ലാലേട്ടനെ തൂക്കി. കാരണം ലാലേട്ടൻ്റെ അത്രയും സപ്പോർട്ടുണ്ട്. ഈ ഒരു ഒറ്റ പ്രൊമോയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് കാണാൻ ആഗ്രഹിച്ചതാണ്. അതേപോലെ ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഐ എം സോ ഹാപ്പി. ബിക്കോസ് അതിനകത്ത് പറയുന്ന ഓരോ കമൻറ്റും സീസൺ 6 വരെയുള്ള ഒരു ഇതല്ല സീസൺ 7ലേക്ക് വന്നിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ലുക്ക് വൈസ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സിംപ്ലി വേറെ ഫയറാണ്, ഒന്നും പറയാനില്ല. ഇതുവരെ കാണാത്ത ഒരു ലാലേട്ടനെ, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യനീതി. അനീഷിനെ വിളിച്ചത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് തെറ്റാണെങ്കിൽ അനീഷിനെ വിളിച്ചത് തെറ്റാണ്. അത് രണ്ടും പറഞ്ഞതിൽ വളരെയധികം സന്തോഷം എന്ന് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഓരോ റെസ്പെക്ട് ഇല്ലാതെയൊക്കെ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലാലേട്ടൻ പറഞ്ഞ ഒരു പ്രൊമോ, അല്ലെങ്കിൽ ഇപ്പം ഈ വന്നിട്ട് സംസാരിച്ച കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം പ്രൊമോ വന്നപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്, അതേ ലൈനിൽ ഫയറായിട്ട് തന്നെ പോകുന്നുണ്ട്. അക്ബറിന് പണി പറയുന്നുണ്ട്. അതിനകത്ത് രേണു പറയുന്നുണ്ട് കേട്ടപ്പം ചമ്മി പോയെന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ്, അത് നമുക്ക് അങ്ങനെ വിളിക്കുമ്പോൾ ചമ്മി പോകും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡബിൾ സ്റ്റാൻഡ് സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഗെയിം ടാസ്കായിട്ട് തന്നെ എടുക്കുക എന്നുള്ളത്, വേറെ വിഷയങ്ങളൊന്നും അവിടെ അല്ലാതെ വേറെ അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ലാലേട്ടനെ പോലും ബിഗ് ബോസിനെ പോലത്തെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ രേണു പറഞ്ഞ മാതിരി പറയാം, ചമ്മി പോയി എന്നുള്ളത് കാര്യം പറയാം. അതിന് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ബട്ടർഫ്ലൈ, പൂമ്പാറ്റ എന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അല്ലേ? തിരിച്ചിട്ടിരിക്കുന്ന പേര് എന്താണ്, അത് ഭയങ്കര ഇഷ്ടമാണോ? അല്ലെങ്കിൽ അക്ബറും പറയുന്നുണ്ട് ഇതിൽ മോശമായിട്ടുള്ള പേരുകൾ പലരും വിളിച്ചിട്ടുണ്ടെന്നുള്ളത്. അതൊന്നും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇരട്ട പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് അധികം വൾഗാരിറ്റി അല്ലാത്തൊരു പേര് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അപ്പം രേണു പറയുന്നുണ്ട് ചമ്മിപ്പോയി എന്നുള്ളത്. ധാരാളം ചമ്മിപ്പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഗെയിം ടാസ്ക് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഫ്ലോറിൽ വരുമ്പോൾ ഉള്ളൊരു ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് അനീഷ് അവിടെ ആരെയും കംപ്ലൈന്റ് ചെയ്തില്ല, അനീഷ് ആരുടെ അടുത്തും കംപ്ലൈന്റ് പറഞ്ഞില്ല. പക്ഷെ അത് ലാലേട്ടൻ ചോദിക്കുന്ന മാതിരി ചോദിച്ചപ്പോൾ തന്നെ സിംപ്ലി ഫയർ ആയി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ബിഗ് ബോസ് പ്രേക്ഷകർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇത്രയും നാളത്തെ സീസൺ എന്താണെന്ന് ഇപ്പോഴുള്ള സീസൺ എന്താണെന്ന് ഡിഫറൻസ് അവർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് അവർ പറയുന്നുണ്ട് എല്ലാവർക്കും തുല്യനീതി ഇതുവരെ കണ്ടില്ലേലും ഇപ്പം കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇതാണ് വെയിറ്റ് ചെയ്തിരുന്ന സീസൺ, അല്ലെങ്കിൽ ഈ സീസൺ കൊള്ളാം, അല്ലെങ്കിൽ ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരുടെ കാര്യം, സെപ്റ്റി ടാങ്ക് തെറ്റാണെങ്കിൽ അനീഷിനെ വിളിച്ചും തെറ്റാന്ന്, രണ്ടുപേർക്കും തുല്യനീതി എന്നുള്ള രീതിയിൽ സംസാരിച്ചല്ലോ. അപ്പോൾ ഇതിനെ ഗെയിമായിട്ടും അതേപോലെ സെൻസോട് കൂടി കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ ലാലേട്ടൻ ആ ഒരു സംഭവം ചോദിക്കേണ്ട പോലെ ലൈക്ക് പോയിന്റ് ടു പോയിന്റ് ചോദിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. സോ ഇത്തവണത്തെ സീസൺ 7ന്റെ പണി എന്നുള്ളത് ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ ലാലേട്ടൻ്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ സിംപ്ലി കീപ്പ് ചെയ്ത് ഫയർ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ആഴ്ച കഴിഞ്ഞതിന് ഇപ്പം നെക്സ്റ്റ് വീക്ക് തൊട്ട് മേ ബി ഒതുങ്ങേണ്ടവർ ഒതുങ്ങും, റെസ്പെക്ട് കൊടുക്കേണ്ടവർ റെസ്പെക്ട് കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ചില ആളുകൾക്ക് തീരെ റെസ്പെക്ട് ഇല്ല, എടാപോടാന്നുള്ള വിളിയിൽ പോലും വളരെ നീചമായ ഒരു മനുഷ്യനാന്നുള്ളൊരു ഇതുപോലും കൊടുക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഓഫ് കോഴ്സ് ഈ അപ്പാനിയുടെ ഒരു തീരെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ട്രീറ്റിംഗ് രീതി, അതേപോലെ മെഡിസിൻ കഴിച്ചോ എന്നുള്ള അനുമോളുടെ ചോദ്യം, ജയിലിൽ ചാടിയ കാര്യം, അതേപോലെ രേണുവിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കണം. രേണു മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ സംഭവം ഒന്ന് മാറ്റി കൊടുക്കണം. അതേപോലെ അനുവിൻ്റെ കരച്ചിലും നിർത്തി കൊടുക്കണം. അനു എന്തിനാണ് തൊട്ടയം പിടിച്ചെന്ന് ഇങ്ങനെ കരയണേന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനിത് ചെയ്യുമ്പോൾ താൻ ചെയ്തത് കണ്ടു ഡ്യൂഡ്, ഒരു കാര്യം പറയാനുള്ളത്, ഒന്നാമത് ഒരു എഡിറ്റഡ് ഷോ ആണ്, രണ്ടാമത് അതിൻ്റെ ഉള്ളിലോട്ട് പുതിയതായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല എന്താണ് ഏതാണെന്നുള്ളത്. ഓക്കെ,
അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാവുക. സോ എക്സ് കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്ന പോലെ പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല. എന്നാലും പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഐ നോ ദാറ്റ്. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു വീക്കിലെ പ്രൊമോ അല്ലെങ്കിൽ ലാലേട്ടൻ തൂക്കി, എനിക്ക് അത്രേ പറയാനുള്ളൂ. മറ്റ് കണ്ടസ്റ്റൻസേക്കാൾ ലാലേട്ടൻ തൂക്കി. കറക്റ്റായിട്ട് പോയിന്റ് ടു പോയിന്റ് സംസാരിച്ചു, ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ ഒരാളെ മാത്രം സംസാരിച്ച് അങ്ങനത്തെ രീതിയിൽ ചെയ്യാതെ. എൻ്റെ പ്രേക്ഷകരുടെ കമൻറ്റുമാണ് എനിക്ക് ഭയങ്കര അധികം സന്തോഷമായത്. ഇതായിരുന്നു കാണാനിരുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ ഇതായിരുന്നു കാണാനിരുന്ന സീസൺ എന്ന് ഒരു എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ 40 ഡേയ്സാണ് നിന്നുള്ളൂവെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഐ നോ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ആസ് എ പേഴ്സൺ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അത് എത്രത്തോളം എനിക്ക് പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. പക്ഷെ ഞാൻ ചെയ്തത് മനസ്സിലാക്കിയ കുറച്ച് പ്രേക്ഷകരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരും ഉണ്ട് ഇപ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇറ്റ്സ് എ ഗെയിമായിട്ട് തന്നെ എടുക്കുക, ഗെയിമിലെ കാര്യങ്ങളായിട്ട് തന്നെ എടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ. ആൻഡ് എഡിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മറ്റു വിഷയങ്ങളുണ്ട്. ഓക്കെ, എനിവേ പ്രൊമോ പൊളിച്ചു. ലാലേട്ടൻ ചുമ്മാ ഫയർ.